ആമേൻ ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, ഉൽപ്പത്തി 3:1 അത് സ്ത്രീയോട് ചോദിച്ചു. പാമ്പ് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും പഴം തിന്നരുതെന്ന് ദൈവം നിന്നോട് കൽപ്പിച്ചിട്ടുണ്ടോ? ചോദ്യം വളരെ സരളമാണ്, സിമ്പിളാണ്, ലളിതമാണ്. അത് ഒരു തിന്മയുമില്ല. പക്ഷേ ആവശ്യമില്ലാത്തടത്തൊരു ചോദ്യം ചോദിച്ച് പാവപ്പെട്ട മനുഷ്യൻ്റെ മനസ്സിനെ ട്രിഗർ ചെയ്തു എന്നുള്ളതാണ് സാത്താൻ്റെ തിന്മ. തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും പഴം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ചോദ്യം വളരെ ലളിതം. അതിനകത്ത് ഒരു കുശാഗ്രബുദ്ധി ഉള്ളതുപോലെ തോന്നത്തില്ല. പക്ഷേ വേണ്ടാത്ത സമയത്ത്, അവിചാരിത സാഹചര്യത്തിൽ, ഒട്ടും ചേരാത്ത സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ്റെ മനസ്സിനെ ഇളക്കുന്ന ചോദ്യങ്ങൾ ഇത് ഞാനും നീയും ചെയ്യാറുണ്ട്. ആവശ്യമില്ലാത്ത സന്ദർഭങ്ങളിൽ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച്, ആവശ്യമില്ലാത്ത കുശാഗ്രബുദ്ധി ഉപയോഗിച്ച് ചില സാധു മനുഷ്യൻ്റെ മനസ്സുകളെ നമ്മൾ ഇളക്കിയിട്ടുണ്ട്, തിന്മ പ്രചരിപ്പിച്ചിട്ടുണ്ട്, തിന്മ കുത്തിക്കയറ്റിട്ടുണ്ട്. നമ്മുടെ ചെറിയ ചോദ്യം, അസ്ഥാനത്തുള്ള ഒരു ചോദ്യം, അസ്ഥാനത്തുള്ള ഒരു ഇളക്കൽ, ഒരു കുത്തി ഇളക്കൽ എത്രയോ മനുഷ്യ ഹൃദയങ്ങളുടെ നന്മ നശിപ്പിച്ചിട്ടുണ്ട്. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും പഴം തിന്നരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ടോ? അവിടുന്ന് ആരംഭിക്കുന്നത്. അവിടെ അവർ പറഞ്ഞു ഇല്ലില്ല, ഒരു വൃക്ഷത്തിൻ്റെ മാത്രം. അവിടെ നിന്നാണ് ഇളക്കി അവർ നശിപ്പിക്കുന്നത്. അസ്ഥാനത്തുള്ള ചോദ്യങ്ങൾ, മനുഷ്യനെ വെറുതെ ഇളക്കുന്ന ചോദ്യങ്ങൾ, തിന്മ പ്രചരിപ്പിക്കുന്ന ചോദ്യങ്ങൾ, വെറുതെ തിന്മ ട്രിഗർ ചെയ്യുന്ന ചോദ്യങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ സാത്താൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ മാറി ഒരു മാലാഖയുടെ സ്ഥാനത്ത് നിൽക്കും. ആമേൻ. കേരള അസംബ്ലിയുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അറിയാനുള്ള കൊതിയിലാണ് നമ്മൾ. അതിലും പ്രധാനപ്പെട്ടൊരു തെരഞ്ഞെടുപ്പാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള തെരഞ്ഞെടുപ്പ്. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് ജീവിതത്തെ ഒന്നുകൂടെ കാണാനും അപഗ്രഥിക്കാനും പഠിക്കാനും ഒന്ന് തിരഞ്ഞെടുക്കാൻ, നന്മയും സന്തോഷവും തിരഞ്ഞെടുത്ത് ജയിക്കാനുള്ള അവസരമാണ് സീനിയർ സിറ്റിസൺ ധ്യാനം. ചങ്ങനാശ്ശേരി അതിരൂപത ഒരുക്കുന്ന ഈ മനോഹരമായ ശുശ്രൂഷ ഇനി മെയ് 3, 4, 5, 6 തീയതികളിലാണ്. വളരെ സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ ബുക്ക് ചെയ്ത് കൂടെ ആയിരിക്കുക. ആമേൻ. ആമേൻ ആമേൻ.